ആ ഉണ്ണീഷ, പിന്നെ നെല്ലിക്കാൻ തൊടി എന്താ ഫോണിൽ വിളിച്ചിരുന്നത്? എന്തിന്റെ? റബ്ബറിലും മരുന്ന് തേക്കാനാ? അതെന്തിനാ? അത് പാല് എന്താ ഷോർട്ട് എടുത്തിട്ടുണ്ടോ? അതെയോ? ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കണ്? 250 വേണോ 100 മില്ലിയുടെ വേണോ? 250 വേണം. ഓക്കെ. അപ്പൊ അത് 650 ഉൾപ്പോളം വില വരുന്നുണ്ട്. ഓക്കെ അല്ലേ? 790 MRP ഉണ്ട്. അല്ല 750. അപ്പൊ 100 രൂപ ഡിസ്കൗണ്ട് വരും. ഓക്കെ. അപ്പൊ അത് മതിയോ? ഇത് എങ്ങനെ ചെയ്യാ ഉണ്ണീഷേട്ടാ? അതായത് റബ്ബർ മരത്തിൽ എന്താ ചെയ്യണ്? തീരെ മോശമായ റബ്ബർ മട്ടമരവുള്ള റബ്ബർ മരത്തില് ഒട്ടും പാല് വരുന്നില്ലെങ്കിൽ അതിൽ തേക്കാനാണ്. അതിന്റെ അനുഭവം എങ്ങനെ? ഇത് കൊണ്ടുപോയിട്ട് റിസൾട്ട് ഉണ്ടോ? അതെയോ? അപ്പൊ ഇത് മാസത്തിനോ ആണോ? ഓക്കെ. അപ്പൊ പാല് ഒട്ടും വരുന്നില്ലെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ പാല് വരുന്നുണ്ടോ? ഇതെന്താ ചെയ്യാ? നമ്മൾ പല്ല് തേക്കണ ബ്രഷില് ആ വെട്ടുചാലില് ഒട്ടുപാല് വരുന്ന ആ ഭാഗത്ത് കൂടെ വെച്ച് തേക്കലാണോ? എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വെട്ടാറുണ്ടോ? വെട്ടുണ്ടോ? അപ്പൊ ആ ദിവസം തന്നെ വെട്ടാൻ പാടില്ല എന്നല്ലേ നമ്മൾ ഇതിൽ എഴുതിയിരിക്കണേ? ഉണ്ടല്ലേ? ശരി, ആയിക്കോട്ടെ. വന്നത് അപ്പൊ ഒരു കവർ ഇട്ട് തരാം. ഇതല്ലേ ഉദ്ദേശിച്ചത്? ഒരു സെക്കൻഡ്, ഞാൻ ആ കവർ ഇട്ട് തരാം. പിന്നെ എങ്ങനെ ഗൂഗിൾ പേ ആണോ ചെയ്യുന്നത്? എന്നാ ഈ കവറിലിട്. ഫോണ് പിന്നെ എടുക്കാം. ഇപ്പൊ ഇതിട്. പിന്നെ അപ്പൊ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ. ശരി, കൈ കൊടുക്ക്. റെഡി. റിസൾട്ട് ഉണ്ടെങ്കിൽ പറയണ കേട്ടോ.